Hello guys, welcome back to my channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഒരു 2016 മോഡൽ BS3 ക്ലാസിക് 350 ആണ്. റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ലഗൂൺ ബ്ലൂ ആണ്. ഈ ബൈക്കിൻ്റെ കളറിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇത് നമുക്ക് സാധാരണ കണ്ടുവരുന്ന ലഗൂൺ ബ്ലൂ അല്ല, ചെറിയൊരു ചേഞ്ച് കളറിൽ വരുത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഓണർ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൽ തികച്ചും ലീഗലായിട്ടുള്ള റോയൽ എൻഫീൽഡിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു എക്സോസ്റ്റാണ്. ഇത് ഈ വണ്ടിക്ക് കംപ്ലീറ്റ്ലി ലീഗലാണ്. പക്ഷേ ഇത് ഇതിൻ്റെ സ്റ്റോക്ക് സൈലൻസറിൽ നിന്നും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റുമാണ്. അതെങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഇൻസ്റ്റോളേഷൻ എങ്ങനെയാണെന്നുള്ളതും ഈ രണ്ട് സൈലൻസേഴ്സ് തമ്മിലുള്ള ഒരു എക്സോസ്റ്റ് നോട്ടിലെ ഡിഫറൻസും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു 1K സ്പെഷ്യൽ വീഡിയോ ആണ്. 1K സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ തികഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഈ കാണുന്ന ഒരു സൈലൻസർ, ഇതിൻ്റെ ഈ ഒരു സൈലൻസർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അല്ല, ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വെച്ചതാണ്. ഇത് ഇത്തിരി സൗണ്ട് കൂടുതലായതുകൊണ്ടും പോലീസ് പിടിച്ച് കുറച്ച് കാശ് പോയി തുടങ്ങിയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പോഴും എല്ലാവരും ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് കയറ്റി വെക്കണം എന്നുള്ള എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് MVD ഒക്കെ ഭയങ്കര ആയിട്ട് ചെക്കിങ് ചെയ്യുന്നുണ്ട്. എല്ലാവരെയും കുറേ പൈസയൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. കംപ്ലീറ്റ്ലി ലീഗലായിട്ടുള്ള ഒരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് എന്നൊരു കാര്യത്തിലേക്ക് എത്തിയത്. ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. ഇതിൻ്റെ വേറൊരു ഗുണം ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് BS3 ക്ലാസിക് 350ക്ക് സ്റ്റോക്ക് സൈലൻസറിന് വരുന്ന റേറ്റിനേക്കാളും ഒരുപാട് കുറവാണ് ഈ ഒരു സൈലൻസറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാങ്ങുക. കാരണം റോയൽ എൻഫീൽഡിൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെയൊക്കെ വില ഇങ്ങനെ ഓരോ തവണ അവർ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഡിമാൻഡ് തന്നെയാണ്. കേരളത്തിൽ ഇതിൻ്റെ അവൈലബിലിറ്റി പല സ്ഥലങ്ങളിലും കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ നിന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഈ സാധനം ഇവർ നമുക്ക് എത്തിച്ചു തരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ഇവരുടെ മെയിൻ ഡീലർഷിപ്പിൽ നിന്നൊക്കെ എത്തിച്ചു തരും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഈ ഒരു സൈലൻസറിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതൊക്കെ കേട്ടല്ലോ, ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ശബ്ദമായിരുന്നു. പക്ഷേ ഇതെന്തായാലും മാറ്റേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞങ്ങൾ മാറ്റാൻ തീരുമാനിച്ചു. ഇതാണ് നമ്മുടെ ഈ കാണുന്ന റോയൽ എൻഫീൽഡിൽ നിന്നും തന്നെ നമ്മൾ വാങ്ങിയ ഒരു എക്സോസ്റ്റ്. ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം. ഇത് ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ വ്യൂവേഴ്സിന് കാണാൻ വേണ്ടിയിട്ട് വീണ്ടും പഴയ സൈലൻസർ തന്നെ കയറ്റി വെച്ച് ജസ്റ്റ് ഇങ്ങനെ വീണ്ടും ഇത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോവാണ്. ഇതാണ് ഐറ്റം. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ബാഡ്ജിങ് കാണാം. ഇതിൽ തന്നെ പല മോഡൽസിലും നമുക്കിവിടെ കൃത്യമായിട്ട് ഇത് ലീഗലാണ് എന്നുള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒഫീഷ്യൽ റോയൽ എൻഫീൽഡ് പ്രോഡക്റ്റ് ക്ലാസിക് 350 BS3 BS4 കംപ്ലൈൻറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പല പ്രോഡക്റ്റിലും നമ്മൾ കണ്ടു. ഇതിൻ്റെ കൂടെ തന്നെയുള്ള പല പ്രോഡക്ട്സിലും ഈ ഒരു മോഡൽ മാത്രമല്ല, ഇതിന് വേറെ ഇത് ഒരു ബ്ലാക്ക് സ്ലാഷ് കട്ട് സൈലൻസറാണ്. ഇത് കൂടാതെ പല വേരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വേരിയൻസിൽ പലതിലും ഞങ്ങൾ കണ്ടു ഇങ്ങനെ ഇത് ലീഗലാണ് കംപ്ലീറ്റ്ലി ഉള്ളൊരു ഡീറ്റെയിലും കൂടി കമ്പനി അതിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി MVDയെ പേടിക്കാതെ ഓടിക്കാം എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. ഈ സൈലൻസറിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് സൈലൻസറിൽ നിന്ന് ഒരുപാട് കൂടി. ഇപ്പോൾ നമ്മൾ ഈ ഒരുപാട് പഞ്ചാബ് സെറ്റപ്പിലൊക്കെ ഉള്ള സൈലൻസറൊക്കെ കാണുന്നതിനേക്കാളും അങ്ങനത്തെ സൗണ്ടൊന്നുമില്ല. പക്ഷേ സ്റ്റോക്ക് സൈലൻസറിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ഗ്രണ്ടും കുറച്ച് ആ ഒരു പഴയൊരു തമ്പൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ടൈപ്പിലുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ്. ഞാനിത് ഫിറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാനിതിൻ്റെ ഒരു പ്യുവർ എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഈ ഒരു ഷീൽഡ് നമ്മൾ ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈലൻസർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര ഒരു ലെങ്ത്തിൽ ഡിഫറൻസ് നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഏകദേശം കാണാം, ഏകദേശം ഒരു 5 ഇഞ്ച് 6 ഇഞ്ചോളം നീളം കുറവുണ്ട് ഈ ഒരു സൈലൻസറിന്, ഈ ഒരു ബ്ലാക്ക് സ്ലാഷ് കട്ട് സൈലൻസറിന്. ഈ ഒരു കളർ കൂടാതെ നമുക്കിതിൻ്റെ ക്രോം ഫിനിഷിലുള്ള സ്ലാഷ് കട്ട് സൈലൻസർ അല്ലെങ്കിൽ നേരെ തന്നെയുള്ള സ്ലാഷ് കട്ട് അല്ലാത്ത സൈലൻസേഴ്സ്, അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് അവൈലബിൾ ആണ്. അത് റോയൽ എൻഫീൽഡിൻ്റെ വെബ്സൈറ്റ് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം നമുക്ക് കാണാൻ പറ്റും. ഇതിൽ പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെതായി ഈ കാണുന്ന DB കില്ലർ നമുക്ക് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ്. DB കില്ലർ റിമൂവ് ചെയ്യാതെയുള്ള ശബ്ദമാണ് ഞാൻ പറഞ്ഞത്. സ്റ്റോക്ക് സൈലൻസിനേക്കാളും കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഒരു ഗ്രണ്ടും ആ ഒരു പഴയ തമ്പും ഒക്കെ കൊണ്ടുവരുന്ന ഒരു എക്സോസ്റ്റ് നോട്ടാണ് ഇതിൻ്റെ. കുറച്ചുകൂടി ഒരുപാടൊന്നുമല്ല. അപ്പോൾ പക്ഷേ ഇതിൻ്റെ DB കില്ലർ ഊരുവാണെങ്കിൽ കുറേ കൂടി നല്ലൊരു തമ്പും ഒരു ബേസും എല്ലാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. ഞങ്ങൾ DB കില്ലർ ഊരിയില്ല. കാരണം DB കില്ലർ ഊരിയിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇത് തികച്ചും ലീഗലായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് എന്ന് പറഞ്ഞൊരു സംഭവം ചേഞ്ച് ആവും. അപ്പോൾ അതിന് ചിലപ്പോൾ ഫൈനൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ ഡെസിബൽ കൂടും നമുക്ക് അലൗഡ് ആയിട്ടുള്ള ഒരു ഡെസിബലിനേക്കാളും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് റിമൂവ് ചെയ്യാം.
ഓക്കെ, നമ്മൾ ഊരി വെച്ചേക്കുമായിരുന്നു ഓൾറെഡി. അതിന് മുകളിലുള്ള ഈ ഒരു ഷീൽഡ് ഊരിയതിന് ശേഷം നമ്മൾ ഈ സാധനം റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇത് നമുക്ക് മാറ്റിയിട്ട് നമ്മുടെ ഈ ഒരു എക്സോസ്റ്റ് കയറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയൊരു സംഭവമാണ്. ഇത് ഫിറ്റ് ചെയ്യാനുള്ളൊരു ക്ലാമ്പ് നമ്മൾ ഓൾറെഡി ഫിറ്റ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു കണക്ഷൻ വരും. ഇവിടെ ഈ ഒരു 2 നെറ്റും ബോൾട്ടും വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഇത് ഓൾറെഡി നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്തൊരു സംഭവമാണ്. ഇതും ഇങ്ങനെ നെറ്റ് ബോൾട്ട് വെച്ചിട്ട് ഇവിടെ ഫിറ്റ് ആകും. അപ്പോൾ കംപ്ലീറ്റ്ലി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫിറ്റിങ് ഇതിൽ വരുന്നുണ്ട്. ഇതാ ഇവിടെയാണ് ഇത് സ്യൂട്ടബിളായിട്ട് ഫിറ്റ് ആവുന്നത്. ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കുറച്ച് നമുക്ക് ഈ ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് അടുത്തിരിക്കുന്നതായിട്ടൊരു ഫീൽ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാമ്പ് കുറച്ച് നമ്മൾ ബെൻഡ് ചെയ്തിട്ട് പുറത്തേക്ക് ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സോസ്റ്റ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബൈക്കിന് നമ്മൾ ഇവിടേക്ക് ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് ഇതിന് ശരിക്കും ഈ ബ്ലാക്ക് തന്നെയാണ് യോജിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ബ്ലാക്ക് ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഷീൽഡ് നമ്മളിവിടെ ഫിറ്റ് ചെയ്തു. മൊത്തം ഒരു 5-6 ബോൾട്ടിലുള്ള പരിപാടിയാണ്. നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് അസംബിൾ ചെയ്യാവുന്നുള്ളൂ. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ചെയ്തത്. വേറെ മെക്കാനിക്കിൻ്റെ ഹെൽപ്പ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ അത്യാവശ്യം ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 14-ൻ്റെയും 12-ൻ്റെയും 10-ൻ്റെയൊക്കെ സ്പാനറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെറിയ പരിപാടി ചെയ്തത്. നമ്മൾ ബൈക്കിലുള്ള ടൂൾ കിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് ഞാൻ കേൾപ്പിച്ച് തരാം. അപ്പോൾ കുറേ കൂടി സ്വീറ്റായിട്ടുള്ള എന്നാൽ കുറേ കൂടി ആ ഒരു പഴയ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു തമ്പൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എന്നാണ് എൻ്റെ ഒരു ഫീല്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു 16 വേരിയൻറ്റ്സ് ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് കാണാം അവൈലബിൾ ആണെന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ ക്രോമും ബ്ലാക്കും ആയിട്ടുള്ള കോംബോ ആയിട്ടും ക്രോം മാത്രമായിട്ടും പിന്നെ ബ്ലാക്ക് മാത്രമായിട്ടും അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് നമുക്ക് ഈ സംഭവങ്ങൾ നമുക്ക് കമ്പനിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സോസ്റ്റ് മാറ്റണം, ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് വേണം, നിങ്ങൾ സ്റ്റോക്ക് ഉപയോഗിച്ച് മടുത്തു, കുറച്ച് കാണാനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ടിൽ ചേഞ്ച് ഉള്ളൊരു സംഭവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനായിരിക്കും ഈ ഒരു എക്സോസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ലീഗലായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ആരെയും പേടിക്കാതെ, MVD പേടിക്കാതെ ബേസിക്കലി നമുക്ക് സുഖമായിട്ട് വണ്ടി കൊണ്ടുപോയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ BS3, BS4, BS6 വെഹിക്കിൾസിനെല്ലാം അവൈലബിൾ ആണ്. ഇത് ക്ലാസിക് 350ക്ക് മാത്രമല്ല, നമുക്ക് സ്റ്റാൻഡേർഡിന് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ബാക്കി റോയൽ എൻഫീൽഡിൻ്റെ മോഡൽസിനുള്ളതും നമുക്ക് റോയൽ എൻഫീൽഡിൽ തന്നെ ലീഗലായിട്ടുള്ള എക്സോസ്റ്റ്സ് അവൈലബിൾ ആണിപ്പോൾ. കേരളത്തിൽ ഇതിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കുറവാണ് എന്നാണ് ഇപ്പോൾ ഞങ്ങൾ കേട്ടത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷോറൂമിൽ ഇത് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ഇത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പുറത്തുനിന്ന് എന്തായാലും വരുത്തി തരും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 4500 രൂപയാണ് ഈ ഒരു ഐറ്റത്തിന് ഞങ്ങൾക്ക് ആയത്. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ സ്റ്റോക്ക് എക്സോസ്റ്റിന് ഒരു 10000 രൂപയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇതാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചൂസ് ചെയ്തത്. പിന്നെ സ്റ്റോക്ക് എക്സോസ്റ്റ് ക്രോം കളറിലായിരുന്നു വരുന്നത്. അപ്പോൾ ഈ ഒരു ബൈക്ക് ഞങ്ങളിവിടെ ബ്ലാക്ക് ഫിനിഷൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇതിന് നല്ലൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. റൈഡ് സേഫ്, ഹെയിൽ ബൈക്കേഴ്സ്, ബൈ.